ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരൊറ്റ കാര്യം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഒരു ഗെയിം ചേഞ്ചറാകും. അതെ, നിങ്ങളിത് പിന്തുടരുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ശക്തിയിൽ കാര്യമായ മാറ്റം സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളിതിന് തയ്യാറാണോ? നിങ്ങളുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആകർഷണ നിയമം എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നുവെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തിനാണോ അത് നമ്മളിലേക്ക് ആകർഷിക്കും എന്ന തത്വത്തിലാണ് ആകർഷണ നിയമം പ്രവർത്തിക്കുന്നത്. ഞാൻ ഇനി പറയാൻ പോകുന്ന ആളുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങളുടെ ബന്ധുക്കളോ അതുമല്ലെങ്കിൽ നിങ്ങൾ തന്നെയായിരിക്കും. ആകർഷണ നിയമത്തിൽ വിശ്വസിക്കുന്ന, പ്രപഞ്ചത്തെ വിശ്വസിക്കുന്ന, എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്ന, ദയയുള്ള, നല്ല ആത്മീയമായ മനുഷ്യരെ പോലെ എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്ന മതവിശ്വാസികൾ. അവരുടെ ജോലിയിൽ സത്യസന്ധരും അവർ കഠിനാധ്വാനികളുമാണ്. എന്നാൽ അവരിൽ പലരും എന്തുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നില്ല? അവരുടെ ജീവിതത്തിൽ ഉയർച്ച കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല. കാരണം അവർ അറിഞ്ഞോ അറിയാതെയോ ഉപബോധപൂർവമായോ ബോധപൂർവമായോ അവരുടെ ഉള്ളിൽ ആഴത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതിൽ ഒന്നാമത്തെയും ഏറ്റവും അപകടകരവുമായ ഒരു നെഗറ്റീവ് കാര്യത്തിലാണ് അവർ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. അത് പരാതിപ്പെടൽ. അത് അവർ പുറത്ത് പരാതിപ്പെടാത്ത വ്യക്തിയായിരിക്കും, മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും പിന്തുണ നൽകുന്ന വ്യക്തിയായിരിക്കും. എന്നാൽ അവരുടെ മനസ്സിൽ ആഴത്തിൽ അവർ മിക്കപ്പോഴും പരാതിപ്പെടുന്നു. അവരുടെ മനസ്സിൽ അവർ വീട്ടിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പരാതിപ്പെടുന്നു, ജോലിയിൽ തെറ്റുണ്ടെങ്കിൽ പരാതിപ്പെടുന്നു. എന്നിരുന്നാലും അവർ കഠിനാധ്വാനം ചെയ്യുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈ ആത്മീയ ആളുകളിൽ പലരും ദൈവത്തോട് പ്രാർത്ഥന എന്ന പേരിൽ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അതിനാൽ നിങ്ങൾ പരാതിപ്പെടുന്ന ആളുകളാണോ? ദോഷചിന്തകൾ ചിന്തിക്കുന്ന ആളാണോ? മാത്രമല്ല, അങ്ങനെയുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സാധാരണയായി പോസിറ്റീവായി ഒന്നും തന്നെ നടക്കാൻ ഇടയില്ല. നല്ല കാര്യങ്ങൾ നിങ്ങൾ പ്രകടനമാവുകയുമില്ല. അവബോധാവസ്ഥയിലോ ഉപബോധ മനസ്സോടെയോ നിങ്ങൾ പരാതിപ്പെടുന്നൊരു ശീലം വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മിക്ക സമയത്തും നിങ്ങളുടെ തലക്കുള്ളിൽ പരാതിപ്പെട്ടുകൊണ്ടിരിക്കും. തെറ്റായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ പരാതിപ്പെടും. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ചെയ്യുന്ന തെറ്റ് നിങ്ങൾ കൂടുതൽ നെഗറ്റിവിറ്റിയെ ആകർഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പരാതിപ്പെടുമ്പോൾ നമ്മളുടെ മസ്തിഷ്കം കോർട്ടിസോൺ പോലുള്ള സ്ട്രെസ് ഹോർമോണുകൾ പുറപ്പെടുവിക്കുന്നു. കാലക്രമേണ ഈ ഹോർമോണുകൾ നമ്മളുടെ ആരോഗ്യത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ രോഗപ്രതിരോധ ശേഷി ദുർബലപ്പെടുത്തും, രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുക, ഉത്കണ്ഠയും വിഷാദത്തിനും കാരണമാക്കുകയും ചെയ്യുന്നു. ഒരു സന്തോഷ വാർത്ത എന്തെന്നാൽ ഏതൊരു ശീലത്തെയും പോലെ പരാതികൾ കുറയ്ക്കാൻ നമുക്ക് സ്വയം പരിശീലിപ്പിക്കാം. അതിനുള്ള ശക്തമായ ഒരു മാർഗമാണ് കൃതജ്ഞത പരിശീലിക്കുക എന്നത്. തെറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം നിങ്ങളുടെ ശ്രദ്ധ ശരിയിലേക്ക് മാറ്റുക. അടുത്ത തവണ നിങ്ങൾക്ക് പരാതിപ്പെടാനുള്ള ആഗ്രഹം തോന്നുമ്പോൾ ഇതൊന്ന് പരീക്ഷിക്കുക. താൽക്കാലികമായി നിർത്തുക, ദീർഘമായി ശ്വാസമെടുക്കുക. ആ നിമിഷത്തിൽ നിങ്ങൾ നന്ദിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ പരാതികൾ കുറയ്ക്കാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്പുകൾ കൂടി നമുക്ക് നോക്കാം. ഒന്ന്, സ്വയം നിരീക്ഷിക്കുക. നിങ്ങൾ പരാതിപ്പെടാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കുകയും എന്തുകൊണ്ടാണെന്ന് സ്വയം ചോദിക്കുകയും ചെയ്യുക. 2, നിങ്ങളുടെ ഭാഷ മാറ്റുക. ഞാൻ ഈ കാലാവസ്ഥയെ വെറുക്കുന്നു എന്ന് പറയുന്നതിന് പകരം എനിക്ക് ഈ കാലാവസ്ഥയുള്ള ദിവസങ്ങളാണ് ഇഷ്ടം എന്നതുപോലെ. 3, പരിഹാരം തേടുക. എന്തെങ്കിലും നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വെറുതെ പറയുന്നതിന് പകരം ആ സാഹചര്യം മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാകുമെന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ നിങ്ങളുടെ മാനസികാവസ്ഥയിലും ബന്ധങ്ങളിലും ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ മൊത്തത്തിലുള്ള വീക്ഷണത്തിൽ പോലും വലിയ വ്യത്യാസങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. നിങ്ങൾ നിഷേധാത്മകതയ്ക്ക് പകരം പോസിറ്റിവിറ്റിയിൽ ചുറ്റപ്പെട്ട ഒരു ജീവിതം സങ്കല്പിക്കുക. ഇത് സാധ്യമാണ്. അത് നിങ്ങളുടെ ചിന്തകളുടെയും വാക്കുകളുടെയും നിയന്ത്രണം ഏറ്റെടുക്കുന്നതിലൂടെ ആരംഭിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവരും പോസിറ്റീവായി ഹാപ്പി ആയിരിക്കുക.